ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെ സമാപിച്ചു, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ, ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിലൊക്കെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്വിംഗ് ട്രേഡിംഗ് ഉള്ള സ്റ്റോക്കിലാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇന്ന് മാർക്കറ്റ് എങ്ങനെ ക്ലോസ് ആയി നോക്കാം. അപ്പോൾ നിഫ്റ്റി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു എന്ന് പറയാം. സൈഡ് വേസ് തന്നെയാണ് പോയത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, എന്നാലും ഡൗൺ ട്രെൻഡ് തന്നെയാണ്. സോ നിഫ്റ്റി സൈഡ് വേസും ബാങ്ക് നിഫ്റ്റി ഡൗൺ ട്രെൻഡുമായിട്ട് പോകുന്നുണ്ട്. കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് തന്നെയാണ്. സോ നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ നോക്കണം. വെയിറ്റ് ആൻഡ് വാച്ച് മോഡ് തന്നെയാണ്. സോ ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ് നോക്കാം. സോ നിഫ്റ്റി 21,930 ക്ലോസ് ആയി. നിഫ്റ്റി ബാങ്ക് 45,818. SBI ബിഗസ്റ്റ് ഗെയിനർ ആയി. ടെക് മഹേന്ദ്ര ബിഗസ്റ്റ് ലൂസർ. നല്ല പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി PSU ബാങ്ക് സെക്ടർ വൈസ്. അതുപോലെ വേഴ്സ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി IT സെക്ടറും ആകുന്നു. ഓക്കെ, എടുത്തു പറയേണ്ട ടോപ്പ് ഗെയിനർ ലിസ്റ്റിൽ IOB ഇന്നലെ കൂടി പറഞ്ഞതേ ഉള്ളൂ. 80 റുപ്പീസ് ടാർഗറ്റ് വരുന്നു. 80 വന്നു കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ 5 to 6 ഡേയ്സിനുള്ളിലാണ് 60% ഈ ഒരു സ്റ്റോക്ക് റിട്ടേൺസ് വന്നിട്ടുണ്ട് IOB. അതുപോലെ പേടിഎം 10% കയറി. യൂക്കോ ബാങ്ക് നല്ല ടാർഗറ്റ് എത്തിയിട്ടുണ്ട്. അതുപോലെ അദാനി ഗ്രീൻ എനർജി. ഓക്കെ, അദാനി ഗ്രീൻ എനർജി നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. യെസ് ബാങ്ക് 30 റുപ്പീസ് ടാർഗറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും എത്തിയിട്ടുണ്ട്. ഇന്നലെ പോസിറ്റീവ് ന്യൂസ് വന്നതേ ഉള്ളൂ. സോ ഇതെല്ലാം ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ എങ്ങനെ പെർഫോം ചെയ്ത് നോക്കാം. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ ഒരു 6 സ്റ്റോക്കിലാണ് നമ്മൾ നോക്കിയത്. ഇതിൽ ഫസ്റ്റ് KPIT ടെക്നോളജീസ്, ഈ ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1655 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1800 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. 1 വീക്കിനുള്ളിൽ ടാർഗറ്റ് ഹിറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. സോ സ്വിംഗ് ട്രേഡിങ്ങിന് 2 weeks to 1 month ആണ് നമ്മൾ ടൈം ഫ്രെയിം പറഞ്ഞത്. സോ 1 വീക്കിനുള്ളിൽ ഇത്രയും വന്നിട്ടുണ്ട്. സോ ഇനി 1800 പോകാനായിട്ട് ഇനി ഒരു 1 വീക്ക് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നതായിരിക്കും. ദെൻ നാരായണ ഹൃദ്വാലയ 1364 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1450 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 1700 വരെ പോകാൻ സാധ്യതയുണ്ട്. ദെൻ BSE ലിമിറ്റഡ് നല്ലൊരു കയറാൻ സാധ്യത. 2502 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 3000 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ KPR മിൽസ് 779 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഈ ഒരു സ്റ്റോക്ക് 800 ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ട്. സൈഡ് വേസിലാണ് ഇപ്പോൾ പോകുന്നത്, എന്നാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, 2 വീക്സിൽ ഇനിയൊരു 1 വീക്ക് വെയിറ്റ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ദെൻ പോളി മെഡിക്കർ വിത്തിൻ 1 മന്തിനുള്ളിൽ എന്തായാലും ടാർഗറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ പോളി മെഡിക്കർ എന്ന് നല്ല മൂവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് 1750 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ദേവയാനി ഇൻ്റർനാഷണൽ. ഇന്ന് ട്രേഡൊന്നും ഇല്ല, നോ എൻട്രി ആണ് ഈ ഒരു സ്റ്റോക്കിന്. ഓക്കെ, സോ ഈ 6 സ്റ്റോക്കിലാണ് ഡിസ്കസ് ചെയ്തതിൽ ഈ ഒരു ദേവയാനി ഇൻ്റർനാഷണൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്റ്റോക്കിലും ഒരുവിധം നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ഏകദേശം ടാർഗറ്റ് റീച്ച് ആവാറായി. സോ ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ഒരു ഡിസ്ക്ലൈമർ ആവർത്തിക്കുന്നു. ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. സോ നിങ്ങളും കൂടി എന്ത് ചെയ്യുക, സ്റ്റോക്ക് ടെക്നിക്കലായിട്ടും വാലുവേഷൻ അതുപോലെ ഫണ്ടമെൻ്റലി ആ സ്റ്റോക്ക് എങ്ങനെയാണ്, സെക്ടർ വൈസ് ആ സ്റ്റോക്കിന് പോസിറ്റീവ് ന്യൂസ് ഉണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഞാനിത് പറയുന്നത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം കണക്കാക്കിയാൽ മതി. ഓക്കെ, ഇന്ന് നമ്മൾ ഫസ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് അദാനി എനർജി സൊല്യൂഷൻസ്. ഈ ഒരു സ്റ്റോക്ക് തന്നെയാണ് ഫസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞത്. ഓക്കെ, ഈ ഒരു 1066 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ആൻഡ് പവർ ജനറേഷൻ ഡിസ്ട്രിബ്യൂഷനിൽ 6th പ്ലേസിലാണ് വരുന്നത്. സോ 1098 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1600 വരെ പോകാൻ സാധ്യതയുണ്ട്. ഒരു 46% വരെ റിട്ടേൺസ് വരാൻ സാധ്യതയുണ്ട്. ദെൻ സെക്കൻഡ് സ്റ്റോക്ക് അദാനി ടോട്ടൽ ഗ്യാസ്. ഓക്കെ, 1040 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ടാർഗറ്റ് 1280 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ TTML 96 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു.
98 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 130 ആണ് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് 140. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഞാൻ ടെക്നിക്കൽ വെച്ചിട്ട് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. വാല്യുവേഷൻ നോക്കിയാൽ അറിയാം, ബുക്ക് വാല്യൂ നെഗറ്റീവ് ആണ്, പ്രോഫിറ്റ് ഗ്രോത്ത് ഒക്കെ നെഗറ്റീവ് ആണ്. സോ ബേസ്ഡ് ഓൺ ദി ടെക്നിക്കൽ, പ്യുവർ ടെക്നിക്കൽ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ 130 140 ആണ് ടാർഗറ്റ്. 130 ഫസ്റ്റ് ടാർഗറ്റ് ഫിക്സ് ചെയ്യുക. 30% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കിട്ടും. ദെൻ ഇഡൽവിസ് ഫിനാൻഷ്യൽ സർവീസസ്, ഓക്കെ, 71 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സൂൺ 100 റീച്ച് ആവാനുള്ള സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. 72-ൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. 100 റുപ്പീസ്, 40% ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് റിട്ടേൺസ് കിട്ടും. ഓക്കെ, ദെൻ ABB ഒരു റിവേഴ്സൽ സ്റ്റോക്കാണ്. ABB ഇന്ത്യ 4575 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, 4600 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 5400 വരെ പോകാൻ സാധ്യതയുണ്ട്. 17% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ 3M ഇന്ത്യ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യുന്ന, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇത് കുറച്ച് പ്രൈസി സ്റ്റോക്ക് തന്നെയാണ്. 33,973 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു ഡൈവേഴ്സിഫൈഡ് സെക്ടറിൽ ഫസ്റ്റ് പ്ലേസിലാണ് വരുന്നത്. സോ നെക്സ്റ്റ് ടാർഗറ്റ് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത് 40,000 ആണ്. ഓക്കെ, ഇതൊക്കെ 2 മന്ത്സ് മാക്സിമം. ഓക്കെ, ടാർഗറ്റ് റീച്ച് ആവാനായിട്ടുള്ള ടൈമാണ്. 2 വീക്സ് ടു 1 മന്ത് ആണ് ടൈം ഫ്രെയിം. 18% വരെ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. സോ ഇതല്ലാതെ സ്വിംഗ് ട്രേഡിങ്ങിന് വേറെ ഏതൊക്കെ സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരമായിരിക്കും. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ, ഈ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണമെന്നുള്ളത്. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കോൾസ് ഒക്കെ നമ്മളിന്ന് കൊടുത്തു തുടങ്ങി. സോ ഇൻട്രാഡേ അതുപോലെ ഡെലിവറി എല്ലാം നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. സോ അത് എല്ലാവരും ചെക്ക് ചെയ്യാൻ മറക്കാതെ. എന്നിട്ട് നിങ്ങളുടെ റെസ്പോൺസ് കമൻസിൽ രേഖപ്പെടുത്തുക, എത്ര പ്രോഫിറ്റ് കിട്ടി എന്നുള്ളത്. മലയാളം ഷെയറുടെ ഈ ഒരു പ്ലേ ലിസ്റ്റിൽ, ഈ ചാനലിൽ വരുമ്പോൾ തന്നെ പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ബേസിക് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഹൗ ടു ലേണിംഗ് വീഡിയോസ്, ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും, പിന്നെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതിൻ്റെ കുറച്ച് റൂൾസും കാര്യങ്ങളായിട്ടുള്ള കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുക. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.